ഇവനെല്ലാം കഷ്ണമായിട്ട് മുറിച്ച് കളയണം അവനെ. അതാണ് ചെയ്യേണ്ടത്. അവനെയൊന്നും വെച്ചേക്കരുത്. അവനൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. ഞരമ്പ് രോഗികളെല്ലാം ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നും ഞാൻ പറയില്ല. എൻ്റെ മരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലായിരിക്കും, അത് തീരുമാനം തന്നെ, അതിന് ഒരു മാറ്റവും ഇല്ല. ഇത് മുറിച്ചത് അവരറിഞ്ഞില്ല, നൂല് കെട്ടി വെച്ചു, ഇതെല്ലാം ഒരു കഥ. ഗോവിന്ദൻചാമി മരിക്കുന്നവരെ എനിക്ക് ആയുസ് വേണമെന്ന് ഞാൻ ദൈവത്തോട് പറയും. അവൻ്റെ മരണം കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവാൻ. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയിൽ പതറിപ്പോകാതെ, നെഞ്ചുലയ്ക്കുന്ന ആ നൊമ്പരത്തിൽ തകർന്നു വീഴാതെ, സ്വന്തം മകളെ ദ്രോഹിച്ച കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ വാതിലുകളിൽ പോലും മുട്ടിവിളിക്കാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ അതിന് പ്രാപ്തയായ ഒരമ്മ ഇവിടെ ഇപ്പോഴും കണ്ണീരോടെ ജീവിച്ചിരിപ്പുണ്ട്. സൗമ്യയുടെ അമ്മ. ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ കേരളം, അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവരെല്ലാം വല്ലാതെ സന്തോഷിച്ചു. ആ വിധിയിൽ അവർ തൃപ്തരായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അതെല്ലാം തലതിരിഞ്ഞു പോയി. അപ്പോൾ എങ്ങനെ അതിനെ താങ്ങാൻ പറ്റി? അല്ലെങ്കിൽ പിന്നീട് ഒരു നിയമ പോരാട്ടം തന്നെ നടത്തുകയുണ്ടായി. മാർക്കണ്ഡേയ ഖഡ്ജിയൊക്കെ വളരെ കൃത്യമായി വാദിച്ചു, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ഒടുവിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം, പോലും സൗമ്യക്കൊപ്പം നിന്നതാണ്. ഒടുവിൽ അതിനുവേണ്ടി അദ്ദേഹം മാപ്പ് പറയേണ്ട അവസ്ഥ വന്നു. ഇങ്ങനൊരു നിയമത്തിന്റെ നൂലാമാല, അതിൽ നിന്നാണ് അയാൾ കഷ്ടിച്ച് ജീവിതത്തിൽ, അല്ലെങ്കിൽ അയാൾ ജീവിക്കാൻ അനുവദിച്ചു. എങ്ങനെ താങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ കേസ് ഇപ്പം കീഴ്ക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നെല്ലാം വളരെ നന്നായി തൂക്കുകയർ മേടിച്ചു കൊടുത്ത് പോയൊരു കേസാണ്. പക്ഷെ അത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതെന്താ ഇങ്ങനെയായി ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ സുപ്രീം കോടതിയെ കുറ്റമോ അല്ലെങ്കിൽ വേറൊന്നും പറയാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ അതെന്താ ഇങ്ങനെ, അത് വാദിക്കുന്നവരാണല്ലോ ആൾക്കാർ. അപ്പം അത് എന്താണ്, അത് ഇങ്ങനെ ഈ സൗമ്യ വീണതാണോ ചാടിയതാണോ എന്നുള്ളത്, ആ വാക്കിൻ്റെ അർത്ഥം അതെന്താ എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയൂല അതിനെ പറ്റിയിട്ട്. പക്ഷെ എല്ലാം ഇതായപ്പോൾ നമ്മൾ തകർന്നു പോയി. സത്യം പറഞ്ഞാൽ അവന് തൂക്കുകയർ അവിടെ കിട്ടിയില്ല, സുപ്രീം കോടതി തൂക്കുകയർ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും തകർന്നു പോയി. എൻ്റെ മകനും ഞാനും എല്ലാം തകർന്നു പോയി. കാരണം നമ്മൾ അവൻ്റെ മരണമാണ് ആഗ്രഹിച്ച് മുന്നോട്ട് പോയത്. വീട് മാത്രമല്ല, ഈ മലയാളി മുഴുവൻ നിരാശരായി. എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട പറയാനുള്ളത്, ഈ ആളൂരം വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീല് ഒന്നുമില്ലാത്തവന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കാൻ വരണമെന്ന് വിചാരിച്ച് അയാളിപ്പോൾ കീഴ്ക്കോടതിയിൽ അയാളാണ് വാദിക്കാൻ വന്നത്, ഹൈക്കോടതിയിൽ അയാളാണ് ഇത് വന്നത്. ഇതിനെല്ലാം വാദിക്കാൻ വരാൻ ഇയാൾക്ക് എന്ത് ഈ ഒരു ഇതുകൊണ്ട് നേട്ടം? ഇയാൾ അന്ന് മുതൽ ഈ ജനങ്ങൾ ഓരോ പരിപാടിക്ക് പങ്കെടുക്കുന്ന സമയത്തും ഈ ജനങ്ങൾ പിന്നോട് ചോദിക്കുന്ന ചോദ്യം ഈ ആൾ വരാനോടുത്ത്. എന്നാൽ അയാൾ മരിച്ചു പോയി. പക്ഷെ മരിച്ചു പോയാൽ അയാൾ ചെയ്ത ദ്രോഹം ഒരാൾക്കും മറക്കാൻ പറ്റാത്തതാണ്. അയാൾ മരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആൾക്കാർ, ജനങ്ങൾ, ഒരാൾക്കും വലിയ സങ്കടമില്ല, എല്ലാവരും സന്തോഷിക്കണം മാത്രമുള്ള അയാളെ പറ്റിയാണ്. ഉണ്ട്. കാരണം ഞങ്ങൾ അഭിമുഖം നടത്തുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് അവനോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നീ ഇങ്ങനെ പറയുന്ന വാക്കിന് തിരിച്ച് ആ കല്ലുകളിലെ നിന്റെ തറയിൽ തന്നെ വന്ന് വീഴുമ്പോൾ എന്തായിരിക്കും നിന്റെ സ്ഥിതി എന്ന്. അതല്ല ഇപ്പോൾ വന്നത്. അയാൾ ഈ ചെയ്തു കൊടുത്തോളുള്ള ഇതെല്ലാം ഇങ്ങനെയായി. അയാൾ സുപ്രീം കോടതിയിൽ പോയിട്ട് എന്ത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവൻ്റെ തൂക്കുകാർ അവിടുന്ന് മാറി. അവിടുന്ന് മാറി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും വളരെ തളർന്നു പോയി. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഈ സൗമ്യക്ക് ഇത് പറ്റി ഇതിൻ്റെ ശരിയായ കാര്യങ്ങൾ അറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വന്ന കാലം മുതൽ ഞാൻ ഇന്ന് ഈ നിമിഷം പറയുന്ന ഒരു വാക്കാണ് എന്താണെന്നറിയാം, എൻ്റെ മകൾക്ക് പറ്റിയ പോലെ ഇനിയൊരു മകൾക്കും ഇത് സംഭവിക്കരുത്. ഞാൻ കരഞ്ഞ പോലെ ഇനി ഒരു അമ്മയും കരയാനൊരിടണ്ടാവരുത്. അത് അന്ന് മുതൽ ഇന്ന് വരെ, ഞാൻ പറഞ്ഞില്ല, 15 വർഷം 6 മാസം കഴിഞ്ഞു, ഇന്ന് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ദയ നടന്നുകൊണ്ടേയിരിക്കണുള്ളൂ. അല്ല, അത് ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം,
ഇതുപോലുള്ള ഈ സൗമ്യയെ പോലെ ഒരു പെൺകുട്ടി ഇനി ഉണ്ടാവരുത്. പക്ഷേ ഗോവിന്ദച്ചാമിയെ പോലെ ഒരുത്തന് രക്ഷപ്പെടാനും അവസരം ഉണ്ടാവരുത്. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പലതും ചിന്തിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട് ഞങ്ങളെ കൂടെ വന്ന് പിന്നെ ആൾക്കാർ അവർ പിന്നെ എല്ലാവരും കൂടി മുഖ്യമന്ത്രിയെ കാണാൻ പോവാന്നായി. അന്നും സൗമ്യയുടെ ഇത് കഴിഞ്ഞ സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇപ്പോഴത്തെ പിണറായി. അപ്പോൾ ആളെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പോയി. അപ്പം മുഖ്യമന്ത്രി ഞങ്ങളും കൂടി രണ്ടാമത് അതിൻ്റെ ഇത് കൊടുത്തു. പിന്നെ കൊടുത്തു. ഞങ്ങൾ ഇപ്പം പുറലോകം കാണരുത്, പിന്നെ തൂക്കുകാരില്ലേ, പക്ഷെ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിലായിരിക്കും. അത് തീരുമാനം തന്നെയാണ്, അതിനി ഒരു മാറ്റവും ഇല്ല. ഇനി ആരും പേടിക്കാനില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതെ, എനിക്കിനി ഒരു പേടിയില്ല. അപ്പോൾ അന്ന് ആ ഒരു വാക്ക് മുഖ്യമന്ത്രി അത് വളരെയേറെ കൈകൊണ്ടു. അങ്ങനെ രണ്ട് കൂട്ടരും കൂടി അത് കൊടുത്തു. അവന് ഒരു കാലത്തും പുറലോകം കാണാത്ത രീതിയിലാണ് അവനെ ജയിലിലടച്ചത്. ആ ജയിലിലടച്ചു എല്ലാവർക്കും ഒരു ആശ്വാസം എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇവന്റെ ജയിലിൽ ചാട്ടം. കഴിഞ്ഞ ആഴ്ച അയാൾ ജയിലിൽ ചാടുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇതിനകത്ത് പുറമേയുള്ള ഇടപെടലല്ലേ, അകത്തു നിന്നുള്ള സഹായങ്ങൾ ലഭിച്ചു എന്ന് പൊതുവിലൊരു ഒരു ചിന്തയുണ്ട്. അതെനിക്കുണ്ടല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ ചോദിച്ചല്ലോ, ഞാനിപ്പോ ഇതാ പറഞ്ഞില്ല, ഞാൻ രാവിലെ കുളിക്കായിരുന്നു. കുളി കഴിഞ്ഞിട്ട് തല തോർത്തിയിട്ടില്ല, അപ്പോഴാണ് ഈ ഫോൺ അടിക്കണത്. ഞാൻ അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്നു, തല അങ്ങനെ ഇതാക്കി തുണി ചുറ്റി വെച്ചിട്ട് ഇവിടെ ഫോൺ എടുത്തപ്പോൾ അമ്മ ടി വി വെക്കി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ടി വി കേടാണ്, ഇവിടെ ടി വി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചു. അപ്പം എൻ്റെ ധാരണ പോയത് ഗോവിന്ദൻചാമി മരിച്ചോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ പിന്നെ ഇല്ല മോനെ എന്താ കാര്യം പറഞ്ഞു. അപ്പോഴാ പറഞ്ഞത് ഇപ്പം ജയിലിൽ ചാടി എന്നുള്ള വർത്താനം കേൾക്കണത്. അപ്പോഴത്തേനും മുറ്റത്ത് നിറച്ച ആൾക്കാരായിരിക്കണു. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് അപ്പം തന്നെ ഞാൻ ആ ഫോണിൽ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാം, അവൻ വെറുതെ ജയിലിൽ ചാടില്ല. അവൻ ജയിലിൽ ചാടില്ല. അവന് ഉള്ളിലായാലും പുറത്തായാലും അവനാളുണ്ട്. അവനൊരു സഹായം ഇല്ലാതെ ഒരിക്കലും അവൻ പുറലോത്തേക്ക് ചാടില്ല. എന്തായാലും അവൻ ഒറ്റക്കായനാണ്, ശരി, സമ്മതിച്ചു. ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കണ്ണൂർ ജയിലിൽ നിന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ അവിടുത്തെ തിരുവനന്തപുരം ജയിൽ വിയൂര അതാ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു അഭിമുഖത്തിന് പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു വിധം ജയിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ കണ്ണൂർ ജയിലും. ആ ജയിലിലെല്ലാം അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 4 ആൾ നിന്നാലും കൂടി ആ മതിൽ കയറാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഈ കണ്ണൂർ ജയിൽ ഇവന് എടുത്ത് ചാടി മതിൽ ചാടണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരാളുടെ സഹായം ഇല്ലാതെ ഇവൻ കയറൂ. ഇവന് ഇനിയിപ്പോ ഇത് ഞാൻ പറയട്ടെ, പോലീസുകാർ ഇപ്പൊ പറയണ്ടേ പിന്നെ എന്താണ്, ഇത് മുറിച്ചത് അവരറിഞ്ഞില്ല, നൂല് കെട്ടി വെച്ചു. ഇതെല്ലാം ഒരു കഥ, കേൾക്കാനുള്ളൊരു കഥയാണ്. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം ഈ ഇതെല്ലാം പിന്നെ കഴിഞ്ഞ അടച്ച ശേഷമാണ് ഇപ്പം ഈ വാതിൻ്റെ എല്ലാം ഇത് അവരിടുന്നത്. അപ്പം ഈ നൂല് ഇങ്ങനെ മുറിച്ചിട്ട് ഇപ്പം നൂല് ചുറ്റും കയറ് ചുറ്റും ചെയ്യുമ്പോൾ ഈ പോലീസുകാർ അവിടെ അല്ലെങ്കിൽ അവിടെ അത് കാവലിന് ആൾക്കാർ നിർത്തിയിട്ടുണ്ടല്ലോ, ആ ആൾക്കാർ നോക്കില്ലേ ഇതെന്താ ഈ നൂല് ചുറ്റി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താന്ന് ഇവർ നോക്കില്ലേ? ജയിൽ വാർഡന്മാരുടെ പണിയാണല്ലോ. അല്ല, അതാ അവിടെ ഉള്ള വാർഡന്മാരുടെ പണിയാണല്ലോ അത് അവരെന്താ ശ്രദ്ധിക്കാതിരുന്നത്? അതെന്ത് കാരണം കൊണ്ട് അവരത് ശ്രദ്ധിച്ചില്ല? ശ്രദ്ധിക്കാതിരുന്നതാണോ? അപ്പൊ ഇതെല്ലാം തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഇത് പൊട്ടന്മാരോട് പറയുമ്പോഴുള്ളൊരു കാര്യമല്ല ഇവര് പറയണത്. ഈ ജനങ്ങളെ പൊട്ടത്തരാക്കണോ ഇവര്? പിന്നെ ഇത് നിശബ്ദമായിട്ട് മുറിക്കാനും കഴിയില്ലല്ലോ. ഇല്ലെന്ന് നമ്മളിപ്പോ നിസ്സാരപ്പെട്ട ഒരു കമ്പി മുറിക്കുകയാണെങ്കിൽ തന്നെ എന്താ അരം വെച്ച് അരയ്ക്കുമ്പോ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു, അത് ചെയ്തു, അതെല്ലാം നമ്മ കേട്ട് അതൊന്നും നമ്മൾ ഉൾക്കൊണ്ട് പോയിട്ടില്ല. ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടുമില്ല. ഇത് പാതിരാത്രിയിലാണ് നിശബ്ദതയിലാണ് മുറിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇവൻ അതെല്ലാം ഇങ്ങനെ വാക്കുകളെ കൊണ്ട് പറയാനേ കേൾക്കാനേ രസമുള്ളൂ. അല്ലാതെ അതൊന്നും ഒരിക്കലും അങ്ങനെ നടക്കില്ല, സംഭവിക്കില്ല. ഇത് കെട്ടി ഇവൻ ഇതിന്റെ മേലെ കയറങ്ങി ഈ ജയിലിന്റെ ഉള്ളിൽ പുറത്തിറങ്ങണ്ടേ? ഇത്രയും വലിയൊരു ജയില്, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നല്ലേ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എത്ര ദൂരമുണ്ട്? എന്നിട്ട് ഇതിന്റെ മേലെ ഇവൻ കയറി പുറത്തിറങ്ങി പറഞ്ഞ പിന്നീട് സഹായം ഇല്ലാതെ നടക്കൂ? ഒരിക്കലും നടക്കില്ല. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നടക്കില്ല. സാമാന്യ ബുദ്ധിയല്ല, ഏത് ബുദ്ധിക്ക് ചിന്തിച്ചാലും അത് നടക്കില്ല. 2 കൈയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ ഇത്? ഈ ശരി, ഇവൻ ചാടി വിചാരിക്കട്ടെ,
ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഉരത്തി കയറുമ്പം ഇതെല്ലാം നിറച്ച് പൂപ്പലുള്ള മതിലാണ്. ഈ മതിൻ്റെ മേലിൽ നിന്ന് ഒരു പൂപ്പൽ പോലും ഇളകിയിട്ടില്ലല്ലോ. ഒരു പൂപ്പൽ പോലും. അപ്പൊ അവര് മതിൽ നമുക്ക് ഈ ചാനലിൽ കൂടെ അവർ കാണിച്ചു തരുന്നുണ്ട്, കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അതിലൊന്നും ഒരു ഇല പോലും ചമ്മന്തിയായി കിടക്കണ കാണണ്ടേ. കണ്ണൂരിലെ ജയിലിന്റെ മതിലിന്റെ ഒരു കരുത്ത കല്ല് പോലെ നിറച്ച് പായലുണ്ട്. ആ പായലിൽ ഒരു ഇലെങ്കിലും ഇങ്ങനെ ചാടി ഇങ്ങനെ കിടക്കണ്ടേ. അതുപോലെ അതിൽ കിടന്നില്ലല്ലോ. പിന്നെ എന്താണ് പറയണത്? പിന്നെ ഞാൻ ഇത് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഇന്നും കണ്ണൂർ നാട്ടിൽ നിന്ന് അനവധി ആൾക്കാർ വിളിക്കേണ്ട, നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലായിട്ട് ജീവിക്കുന്ന, പക്ഷെ അവർ നമ്മളെ വിളിച്ചിട്ട് ഒരു വാക്ക് ചോദിക്കും, അമ്മ സുഖാന്നോ, അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഗോവിന്ദൻ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ആര് എന്തെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പേര് അന്നും ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പോലീസും പട്ടാളം അവിടെ എത്തനെക്കാട്ടി മുന്നേ ചിലപ്പോൾ അവർ പിടിക്കും. ഇനി പോലീസും പട്ടാളം ഇവിടുത്തെ പുറപ്പെട്ടോട്ടെ, ജനം പിടിക്കും അവിടുത്തെ. ഇത്തവണ ഇയാൾ ചാടിയിട്ട് പിടിക്കാൻ കാരണം നാട്ടുകാർ ഓട്ടോക്കാരൻ കണ്ടിട്ടാണ്, പിന്നെ ഒരു സ്റ്റുഡന്റും, ഇവർ രണ്ടുപേരാണ് ഇവന്റെ പുറകെ ഓടിയത്. അപ്പൊ അതാ പറയണത്, അപ്പോഴും ജനങ്ങളല്ലേ ഉണ്ടായത് അവിടുത്തെ. അതെന്ത് കാരണം കൊണ്ടാണത്? ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടീനെ ഈ ലോകം ഇന്നും മറന്നിട്ടില്ല എന്നതിന്റെ അർത്ഥം. ഈ സൗമ്യയുടെ അമ്മ എന്നുള്ള ഒരു രീതിയിൽ ആ അമ്മേനെ ഇന്ന് ആരും മറന്നിട്ടില്ല എന്നർത്ഥം. ആ ദുഷ്ടനെ പിന്നെ ആരും മറക്കും? അവന്റെ മുഖം എന്നും ആൾക്കാരുടെ വികൃതമായിട്ട് നിൽക്കുന്ന ആൾക്കാരും. എന്നിട്ടും അവനൊരു കൂസലില്ല. അവൻ ഇതിനുള്ളിൽ കയറിയിട്ട് അവൻ എന്തെല്ലാം അവൻ കാണിച്ചു കൂട്ടണ എനിക്കറിയില്ല. അപ്പോ പിന്നെ ഇവിടെ കിടക്കുന്ന ജാതിയാണ്. ഇവനെല്ലാം കാഷ്ണമായിട്ട് മുറിച്ച് കളയണം അവനെ. അതാണ് ചെയ്യേണ്ടത്. അവനെയൊന്നും വെച്ചേക്കരുത്. അവനൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. ഞരമ്പ് രോഗികളെല്ലാം ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നും ഞാൻ പറയില്ല. അപ്പം നാട് പുണ്യവളം ആവണം എന്നൊന്നും പറയുന്നത് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഞരമ്പ് രോഗീനെ ഭൂമിയിൽ കണ്ടിട്ടില്ല. കാരണം ഇവൻ അന്ന് ആ രാത്രി ഇവനെ അവിടെ പുലർച്ചെ ഇറങ്ങിപ്പോന്ന സമയത്ത് നമ്മുടെ നാട്ടിലെല്ലാം ഇന്ന് പെണ്ണുങ്ങളടക്കം പുലർച്ചെ നടക്കാൻ ഇറങ്ങുന്ന കാലാണ്. എന്തോ അവരുടെ ഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല, അതോ ദൈവത്തിന്റെ ആ നല്ല മനസ്സാണോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീകൾ പോലും ഇറങ്ങിയിട്ടില്ല അന്ന്. അത് ഇറങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് എന്തായിരിക്കും? നമ്മൾ ചിന്തിക്കാനുള്ളതാണ്. ഇവനെ പേടിയ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പേടിയാണ്. അപ്പം നമ്മൾ ആ ഇതിൽ തന്നെ കണ്ടു, പിന്നെ ഒരു പോലീസുകാരൻ അവരോട് എന്താ അവരെ മക്കളെ പീഡിപ്പിക്കുന്നോ എന്തെല്ലോ അവൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഇവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോൾ അയാൾ വീട്ടിൻ്റെ മറത്തെത്തി. അപ്പോൾ അത്രയും ഒരു എന്താ ഇവനെ പറയാൻ നമ്മൾ മനുഷ്യഗണത്തിൽ ഇവനെ കൂട്ടാൻ പറ്റൂ? ഇവനെ അവിടെയാണ് ഈ ജയിൽ സംവിധാനങ്ങൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം അവനെ തൃശ്ശൂർ ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വളരെ സുരക്ഷിതമാണെന്നാണ് ഇവരെല്ലാം പറയണത്. എനിക്കറിയില്ല. എല്ലാവരും പറയണു ജയിലിൽ ചാടില്ല, ജയിലിൽ സുരക്ഷിതമാണ്, അത്രയും ഇതായിട്ടുള്ളൊരു സ്ഥലത്താണ് അവനെ കൊണ്ടിട്ടിരിക്കണമെന്നല്ല എല്ലാവരും പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇനി അവൻ ജയിലിൽ ചാടരുത്. ഞാൻ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ ജീവനോടുകൂടെ പുറത്ത് വരരുത്. അതാണ് എൻ്റെ ആവശ്യം. എനിക്ക് ഇനി ഇതിൽ മേലെ ഒന്നും പറയാനില്ല. അവൻ ജീവനോട് ഒരിക്കലും പുറലോകം കാണരുത്. നമ്മൾ ഈ എല്ലായും കൊണ്ടിട്ട് ഇങ്ങനെ ജീവിച്ച് പോണത്, ഞാൻ ദൈവത്തോട് ഒറ്റ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ സൗമ്യ പോയിട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ദൈവത്തോട് ഒന്നേ ചോദിച്ചു, എനിക്ക് ആയുസ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. ഗോവിന്ദൻ സ്വാമി മരിക്കുന്നവരെ എനിക്ക് ആയുസ് വേണമെന്ന് ഞാൻ ദൈവത്തോട് പറയും. അവൻ്റെ മരണം കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവാൻ. അത് മാത്രമേ ആവശ്യം, എനിക്ക് വേറൊന്നും വേണ്ട. അതെനിക്ക് ആവശ്യം. അതിന് ദൈവങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു, എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഈ അമ്മയുടെ കണ്ണീരിൽ കുതിർന്ന ഈ വാക്കുകൾ ഓരോ മനുഷ്യന്റെയും ഇടനെഞ്ചിലാണ് ചെന്ന് തറയ്ക്കുന്നത്. ഗോവിന്ദസ്വാമി മരിക്കുന്നതുവരെ എനിക്ക് ജീവിക്കണം, അവന്റെ മരണം ആണ് ഇനി എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ഈ അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഓരോ മലയാളിയുടെയും മനസ്സിലുള്ളത്. ഇത്തരം കുറ്റവാളികൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇത്തരം പാവം പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ മനോഹരമായ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കപ്പെടാതെ തടയപ്പെടാതിരിക്കട്ടെ. അവർക്ക് അവരുടെ സ്വപ്നങ്ങളോടൊപ്പം വളരാൻ കഴിയട്ടെ. കുറ്റവാളികൾ തുറുങ്കിൽ അടയ്ക്കപ്പെടട്ടെ. സമൂഹവും ഭരണകൂടവും ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം.